الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ, പാപങ്ങൾ സംഭവിക്കാറുണ്ട്. തിന്മകൾ സംഭവിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. കാരണം നാം ജീവിക്കുന്ന നമ്മുടെ അന്തരീക്ഷം നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറു ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ സന്തതികൾ മുഴുവൻ തിന്മകൾ സംഭവിക്കുന്നവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ തിന്മകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ അത്തവ്വാബൂൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവരാണ് എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള രണ്ട് പദങ്ങളാണ് തൗബ, അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ. പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഏകദേശം ഒരേ അർത്ഥത്തിലാണ് ഈ രണ്ട് പദങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനത്തെ തേടുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചാൽ അവൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഒരു അടിമ
ഒരു മലയോളം വലുപ്പം തിന്മ ചെയ്താലും അയാൾക്ക് മാനസാന്തരമുണ്ടായാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംശയത്തോട് ചോദിച്ചു, പ്രവാചകരെ, ഒരു മലയോളം പർവ്വതത്തിന് സമാനമായി തിന്മ ചെയ്താലും അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അയാൾ അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പഠിപ്പിച്ചു കൊടുക്കണം. ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ 99 ആളെ വധിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെയും അയാൾ ഒരാളെ വധിച്ചു. അങ്ങനെ 100 തികച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ അവഗാഹം നേടിയ ഒരാളുടെ അടുക്കലേക്ക് പോകുകയാണ്. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഞാൻ 100 ആളെ വധിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് തൗബയുണ്ടാകുമോ? തീർച്ചയായും താങ്കൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ തൗബയുണ്ടാകും എന്ന് മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം സ്വഹാബികളെ പഠിപ്പിച്ചുകൊണ്ട് പറയാണ്, നോക്കൂ, 100 ആളെ വധിച്ചവനും അള്ളാഹു തആല പുറത്തു കൊടുത്തു എന്നാണ്. അവർ വിശ്വാസി തിന്മ ചെയ്യണം എന്നല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ വല്ല പാപവും തിന്മകളും സംഭവിച്ചു പോയാൽ അവൻ അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണമെന്നാണ്. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് ഗഫൂർ എന്നുള്ളത്. നമ്മളൊക്കെ അബ്ദുൽ ഗഫൂർ എന്ന് പേരിടാറുണ്ട്. ഗഫൂർ എന്ന പദത്തിന്റെ അർത്ഥം അങ്ങേയറ്റം പൊറുക്കുന്നവൻ എന്നാണ്. ഒരു അടിമ എത്ര പാപം ചെയ്താലും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരു ദിവസം 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. വസ്തഗ്ഫിറൂ, നിങ്ങൾ പാപമോചനത്തെ തേടുകയും ചെയ്യുക. ഫഇന്നി അതൂബു ഫീ യൗമിൻ മിഅത മറ, ഞാൻ തന്നെ ഒരു ദിവസം 100-ലധികം തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമായ പ്രവാചകനാണ്. എന്താണ് മഅസൂം എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ. അതാണ് മഅസൂം എന്ന് പറഞ്ഞാൽ. ആ പ്രവാചകൻ പോലും ഒരു ദിവസം 100-ലധികം തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ചെറിയ ചെറിയ തിന്മകളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു യുദ്ധത്തിന്റെ യാത്രയിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വിറക് ശേഖരിക്കാൻ സ്വഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ദിക്കുകളിലേക്ക് പറഞ്ഞയച്ചു. അവർക്ക് ലഭിച്ച വിറകുമായി അവർ കടന്നു വന്നു. അവർക്ക് ലഭിച്ച വിറക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ അത് വലിയൊരു വിറകിന്റെ കൂമ്പാരമായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ വിറകിന്റെ കൂമ്പാരത്തെ ചൂണ്ടിക്കൊണ്ട് പറയണം, ഇതുപോലെയാണ് ചെറിയ ചെറിയ തിന്മകൾ. നമ്മൾ അതിനെ നിസാരവൽക്കരിക്കുന്നതിലൂടെ അത് വലിയ വലിയ പാപങ്ങളുടെ പർവ്വതത്തിന് സമാനമായി നമ്മുടെ മേൽ ഒരുമിച്ച് കൂടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം. ഒരു അടിമ അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള പാനീയം, ധരിക്കാനുള്ള വസ്ത്രം എല്ലാം ആ ഒട്ടകപ്പുറത്താണ്. അങ്ങനെ അറ്റമില്ലാത്ത മരുഭൂമിയിലൂടെ ഈ മനുഷ്യൻ സഞ്ചരിച്ച് അവശനായപ്പോൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. എണീച്ചപ്പോ തന്റെ എല്ലാ വിഭവങ്ങളുള്ള ഒട്ടകത്തെ കാണാനില്ല. അറ്റമില്ലാത്ത മരുഭൂമിയിലൂടെ ഈ മനുഷ്യൻ ഒട്ടകത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ക്ഷീണിച്ച് അവശനായി ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ
താൻ ഏതൊരൊട്ടകത്തെയാണോ അന്വേഷിച്ചിരുന്നത് ആ ഒട്ടകത്തെ തന്റെ മുമ്പിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണോ ആ രൂപത്തിലുള്ള സന്തോഷമായിരിക്കും റബ്ബിന് ഒരാൾ തൗബ ചെയ്യുമ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. തൗബയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക. വേറൊരു ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക, നിങ്ങൾ വിജയികളാകുമെന്നാണ്. ആ ആയത്തിന്റെ അവസാനം നോക്കൂ, നിങ്ങൾ വിജയികളാകും. ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്. പരലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ പാപക്കറകൾ ദുനിയാവെന്ന് കഴുകിക്കളയണം. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആരെങ്കിലും വല്ല പാപവും ചെയ്തു എന്നിട്ട് അയാൾ സൽക്രമങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം, ഒരാൾ ഒരു തിന്മ ചെയ്തു എന്നിട്ട് അതിനെ തുടർന്ന് അയാൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുകയും അതേപോലെ തന്നെ സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്താൽ അയാളുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി കൊടുക്കുന്ന. എത്ര തിന്മയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനെ നേരെ പകരാക്കി കൊടുക്കും, അതിനെ അല്ലാഹു നന്മകളാക്കി മാറ്റുന്നതാണ്. എന്തു മനോഹരമായ ഒരു ആയത്ത! ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകാതെ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ ആ തിന്മകളെയെല്ലാം റബ്ബ് നന്മകളാക്കി മാറ്റും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരി സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒട്ടനവധി തിന്മകൾ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും. ആ പാപക്കറകളെയെല്ലാം കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ മരിക്കുകയാണ് എങ്കിൽ, ഞാനിപ്പോൾ മരിച്ചാൽ എന്റെ സ്ഥാനം സ്വർഗത്തിലാണോ നരകത്തിലാണോ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്റെ മുമ്പിൽ പല വയസ്സുകളിലുള്ള ആളുകളുണ്ട്. നമ്മളൊക്കെ അല്ലാഹു നൽകിയ ഈ ആയുസ്സിൽ എത്ര തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. നമ്മുടെ തൗബയെ, ഇസ്തിഗ്ഫാറിനെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ആ തിന്മയിലേക്ക് നമ്മൾ ഒരിക്കലും മടങ്ങിപ്പോകാൻ പാടില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളൊരു തിന്മ ചെയ്യുക, പിന്നെ തൗബ ചെയ്യുക, വീണ്ടും ആ തിന്മ ആവർത്തിക്കുക. അതിന് നമ്മളെ നാടുകളിലൊക്കെ നമ്മൾ പറയുക കാക്ക തൗബ എന്നാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു തിന്മയിൽ നിന്ന് പൂർണ്ണമായി മടങ്ങിക്കൊണ്ടായിരിക്കണം അയാൾ തൗബ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ട്, തൗബ ചെയ്യുന്ന വ്യക്തി അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഹലാലായിരിക്കണമെന്നാണ്. ചില ആളുകളൊക്കെ ഹറാമിലൂടെ ആയിരിക്കും ജീവിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രം, ഭക്ഷണം, അവരുടെ സമ്പാദ്യം എല്ലാം ഹറാമായിരിക്കും. എന്നിട്ട് അവൻ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അവന്റെ പ്രാർത്ഥനയ്ക്ക് എന്തർത്ഥമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ അയാൾ ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച അവശനായ ഒരു വ്യക്തിയാണ്. അയാൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അയാൾ ധരിച്ച വസ്ത്രം വമൽബസഹു ഹറാം, അയാൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച് വാങ്ങിച്ച് ധരിച്ചതാണ്. വമത്അമുഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം അയാൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച് കഴിച്ചതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥനകൾ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന്? നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഹലാലായിരിക്കണം. ചില ആളുകളൊക്കെ ഉണ്ട്, തിന്മകൾ സംഭവിച്ചാൽ അത് വലിയൊരു കാര്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കും. ഞാൻ അത്ര തിന്മ ചെയ്തിട്ടുണ്ട്, ഇത്ര വലിയ പാപങ്ങൾ ഞാൻ പ്രവർത്തിച്ചവരാണ്. അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ
അത് വളരെ ആത്മാർത്ഥമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളുടെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നത് വരെ, അതുവരെ നമുക്ക് സമയമുണ്ട്. അതുവരെ നമ്മുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ മരണം അത് എപ്പോഴാണ് എന്ന് ഒരാൾക്കും പറയുവാൻ സാധിക്കുകയില്ല. പല പ്രായത്തിലുള്ള ആളുകൾ മരണപ്പെടുന്നു. നാളെ തൗബ ചെയ്യാം, എന്റെ പാപമോചനം അടുത്ത കൊല്ലമാക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ പ്രിയ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ, ഈ ദുനിയാവിൽ നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ ഈ ഉപ്പാക്ക് സാധിക്കും. പക്ഷെ പരലോകത്ത് നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കേണ്ടത് നീ തന്നെയാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തം മകളോട് പറയുന്നു. പ്രവാചകർ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും? നമ്മളൊക്കെ തീരുമാനിക്കുക, സഹോദരങ്ങളെ, എന്റെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ തിന്മകൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? എന്റെ തിന്മകളെല്ലാം ഞാനിതാ കഴുകിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു നമ്മൾ അറിയാതെ ചില കർമ്മങ്ങളിലൂടെ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുന്നു. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒന്ന് നമ്മുടെ നമസ്കാരം. ഒരു നമസ്കാരം, അടുത്ത നമസ്കാരം, അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ വിശ്വാസികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപക്കറകളെയും നമസ്കാരത്തിലൂടെ അല്ലാഹു കഴുകിക്കളയും. രണ്ടാമത്തെ കാര്യം, ഒരാൾ നല്ല രൂപത്തിൽ വുളു ചെയ്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഒരാൾ വുളു ചെയ്താൽ ആ വുളുവിന്റെ വെള്ളം ഒഴുകിപ്പോകുന്നതിലൂടെ അയാളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല കഴുകിക്കളയുന്നു എന്നാണ്. ഒരാൾ വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് 5 നേരത്തെ നമസ്കാരത്തിനു വേണ്ടി അയാൾ പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരും. ഓരോ കാലടിക്കും ഓരോ നന്മകൾ ഇങ്ങനെ രേഖപ്പെടുത്തും. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തിന്മകളെ ഓരോ കാലടി കൊണ്ട് അല്ലാഹു തആല മായ്ച്ചു കളയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ദിക്റുകൾ ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ ധാരാളക്കണക്കിന് ദിക്റുകൾ, ഒരാൾ ആ ദിക്റുകൾ പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിലെ തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുകയും അതേപോലെ തന്നെ നന്മകൾ അവന്റെ മേൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു മനുഷ്യൻ 5 നേരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നു. നിസ്കാരം ആരംഭിച്ചിട്ടില്ല, ഇഖാമത്ത് കൊടുത്തിട്ടില്ല. അയാൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന സമയമത്രയും റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഈ മനുഷ്യന്റെ പാപമോചനത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു ജുമഅയെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി, അടുത്ത ജുമഅയെയും അയാൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി, 2 ജുമഅകൾക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയും സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. അന്ന് എല്ലാ ആളുകളുടെയും തിന്മകളെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യും. 3 വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. ചില വീടുകളിലൊക്കെ ഏട്ടനും അനിയനും ഉണ്ടാതെ നടക്കുന്നവരുണ്ടാവും. അയൽവാസികൾ തമ്മിൽ ചില ആളുകൾ പിണങ്ങി വർഷങ്ങളോളം ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകളാണ്. 3ാമത്തെ വിഭാഗം ബിദ്അത്തുകൾ ചെയ്യുന്ന ഈ 3 വിഭാഗങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മളോട് സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ 2 ദിവസങ്ങളിൽ
ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അവൻ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പൊറുക്കും. എപ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു പിറന്നു വീണ കുട്ടിയെ പോലെ എന്നാണ് പറഞ്ഞത്. പിറന്നു വീണ ഒരു കുട്ടി ഒരു പാപവും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അതേപോലെ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് കർമ്മം ചെയ്താൽ അയാൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്ന പരിശുദ്ധ റമളാനിലെ ഒരു ഉംറ എന്റെ കൂടെ ഹജ്ജിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളിലൂടെ സലാം പറയുക, എന്നിട്ട് തന്റെ സഹോദരന് കൈ കൊടുക്കുന്നു. അവർ പിരിയുന്നതുവരെ അവരുടെ പാപമോചനത്തിനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന്. ഈ രൂപത്തിൽ നമ്മൾ അറിയാതെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുന്നുണ്ട്. സഹോദരങ്ങളെ, തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. തിന്മകൾ അധികരിച്ചാൽ നന്മകൾ ചെയ്യാനുള്ള മനസ്സില്ലാതാകും. അതാണ് ആദ്യം ഉണ്ടാകുക. പിന്നെ ബർക്കത്ത് നഷ്ടാകും. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും. നമ്മുടെ മരണം അത് നല്ല രൂപത്തിലായിരിക്കുകയില്ല. ഇതൊക്കെയാണ് തൗബ ചെയ്തിട്ടില്ലെങ്കിലുള്ള അവസ്ഥ. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഒരു അടിമ എന്താണോ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അവന്റെ പ്രാർത്ഥനക്ക്, അവന്റെ ഇസ്തിഗ്ഫാറിന്, അവന്റെ തൗബക്ക് അല്ലാഹു തആല മറുപടി നൽകും എന്നുള്ളതാണ്. ആ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പാപമോചനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. നമുക്കെല്ലാം മനഃപ്പാടമുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹിന്റെ തിരുദൂതരെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ അഅളമായ ആയത്ത് ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞു, ആയത്തുൽ കുർസിയാണ്. ഈ ഒരു ആയത്തിൽ അള്ളാഹുവിന്റെ 10 നാമഗുണ വിശേഷണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി പതിവായി ചൊല്ലിയാൽ നമുക്കൊക്കെ ലഭിക്കുന്ന ഗുണങ്ങളെ പറ്റി ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഒന്ന്, എല്ലാ ഫർള് നമസ്കാര ശേഷവും, അങ്ങനെ പറഞ്ഞാൽ ഒരു ദിവസം 5 നേരം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, നിസ്കാരശേഷം നമ്മുടെ ദിക്റുകളൊക്കെ ചൊല്ലുന്ന കൂട്ടത്തിൽ ഒരാൾ ചൊല്ലിയാൽ മരണമല്ലാതെ അവന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായി മറ്റൊന്നുമില്ല എന്നാണ്. വളരെ സുന്ദരമായ ഒരു ഹദീസ്. അതായത് 5 വക്തിനും നമ്മൾ ആയത്തുൽ കുർസി ചൊല്ലുകയാണ് എങ്കിൽ മരണമല്ലാതെ കാരണമായി നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേറൊന്നുമില്ല. അത്ര മഹത്വമേറിയ ഒരായത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ആയത്തുൽ കുർസി രാവിലെ ചൊല്ലിയാൽ ആ ദിവസം പിശാചിൽ നിന്ന് കാവലായി അവൻ അത് മതി എന്നാണ്. അതുപോലെ തന്നെ ഒരാൾ തന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ, ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരുങ്ങിയാൽ, അവൻ ആയത്തുൽ കുർസി ചൊല്ലട്ടെ, പ്രഭാതം വരെ അള്ളാഹുവിന്റെ സംരക്ഷണം അതിലൂടെ അവനുണ്ടാകുമെന്ന്. ഇതൊക്കെ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്.
അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആയത്തുൽ കുർസി കൂടി നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് വളരെ മഹത്വമേറിയ ഒരു ആയത്താണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ തബാറക സൂറത്ത്, സൂറത്തുൽ മുൽക്ക് എന്നാണ് അതിന്റെ പേര്. ആ സൂറത്ത് 30 ആയത്താണ് അതിലുള്ളത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് അങ്ങനെ തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ആ സൂറത്ത് നമ്മുടെ സ്വർഗ പ്രവേശനം വരെ അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതാണ്. അള്ളാഹുവേ, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്ക് എന്ന് നമ്മുടെ സ്വർഗ പ്രവേശനം എന്നാണോ സാധ്യമാകുന്നത് അതുവരെ ആ സൂറത്ത് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളും സൂറത്തുകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ മൊബൈലുകളിൽ ഈ സൂറത്തുകളൊക്കെ ഉണ്ടാകും, ആയത്തുകൾ ഉണ്ടാകും. ദിവസേന അത് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 വരികളാണ് ഉണ്ടാവുക. മനപ്പാടമില്ലാത്ത ആളുകൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. അത് നിർബന്ധമായും ഒരു 10 തവണ എല്ലാ ദിവസവും നമ്മളതിങ്ങനെ പാരായണം ചെയ്താൽ തന്നെ അത് നിർബന്ധമായിട്ട് നമുക്ക് പഠിക്കും. ആ രൂപത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ആ രൂപത്തിൽ മാറ്റിയെടുക്കുക. ആയത്തുൽ കുർസി അതേപോലെ തന്നെ തബാറക സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന 12-ാം തീയതി ഞായറാഴ്ച നമ്മുടെ ജാമ്യയിൽ വെച്ച് ജാമ്യന്റെ സമ്മേളനം നടക്കുകയാണ്. അതിലൊരുപാട് പ്രഭാഷകരുണ്ട്. കുടുംബത്തോടൊപ്പം നമുക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാകും. പരമാവധി ആളുകൾ സമ്മേളനത്തിൽ കുടുംബ സമേതം തന്നെ പങ്കെടുക്കണം എന്നറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളായ ആളുകൾ, അവരുടെ ഖബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك.